ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ആരോഗ്യ കാർഷിക മേഖലയ്ക്ക് ആദ്യ പരിഗണന നൽകി ജില്ലയുടെ സമഗ്ര വികസനം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് രമേശ് പിഷാരടി MLA. താരസംഘടനയിലെ പ്രശ്നങ്ങൾ പുറത്തേക്ക് വലിച്ചിഴക്കപ്പെടേണ്ടതല്ലെന്നും പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായും രമേശ് പിഷാരടി പ്രസ് ക്ലബിന്റെ മുഖാമുഖത്തിൽ പറഞ്ഞു. വിദഗ്ധരുമായി കൂടിയാലോചിച്ചാണ് ഓരോ മേഖലയിലെയും വികസന പദ്ധതികൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പാതി വഴിയിൽ നിന്നുപോയ പദ്ധതികൾക്കാണ് മുൻഗണന നൽകുക. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരവും സ്റ്റേഡിയം നിർമ്മാണവും ടൗൺ ഹാൾ ഓഡിറ്റോറിയം നിർമ്മാണവും യാഥാർത്ഥ്യമാക്കും. സിനിമ ഷൂട്ടിങ്ങിന്റെ വേദിയായി പാലക്കാട് മാറിയതോടെ ബ്രോഡ്കാസ്റ്റ് സ്റ്റുഡിയോ ആരംഭിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയ്ക്ക് ലഭിച്ച 2 മന്ത്രിമാരുടെ സേവനം മണ്ഡലത്തിൽ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും രമേശ് പിഷാരടി പറഞ്ഞു. നേരത്തെ പറഞ്ഞ മെഡിക്കൽ കോളേജിന്റെ കാര്യവും കർഷകരുടെ കാര്യവും പിന്നെ അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും അല്ലാതെയും എല്ലാം പല ആവശ്യങ്ങളും വന്നിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിന് അഭിമാനിക്കാവുന്ന തരത്തിൽ 2 മന്ത്രിമാർ, പാലക്കാടിലെ ഏറ്റവും പ്രാധാന്യത്തോടെ ഉള്ള 2 വകുപ്പുകളിൽ തന്നെ 2 മന്ത്രിമാർ നമുക്ക് പാലക്കാടിന് കിട്ടിയിരിക്കുകയാണ്. ഭരണമുണ്ട്. അപ്പം എല്ലാം കൊണ്ടും പാലക്കാടിന്റെ ഒരു സമഗ്ര മേഖലയിലും ഏറ്റവും പ്രാധാന്യം കൊടുക്കുക ആരോഗ്യത്തിനാണ്. നമ്മുടെ ജില്ലാ ആശുപത്രിയുടെയും മെഡിക്കൽ കോളേജിന്റെയും കാര്യങ്ങൾ, അവിടെ എടുക്കേണ്ട ഫാക്കൽറ്റീസിന്റെ കാര്യങ്ങളിലെല്ലാം ഉള്ള ചർച്ചകൾ, തീരുമാനങ്ങൾ നടത്തി അത് പരിഗണിക്കുക. ഗതാഗത കുരുക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പെൻഡിങ്ങിലിരിക്കുന്ന ചില ഓവർ ബ്രിഡ്ജുകളുടെയും മറ്റ് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക. മോയിൻ സ്കൂളിന്റെ ഡിജിറ്റലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏതാണ്ട് 10 വർഷം മുമ്പ് തുടങ്ങി വെച്ചതാണ്. നമ്മൾ ഡീറ്റെയിലുമായിട്ട് ചർച്ച ചെയ്തതിന്റെ സിവിൽ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതിന്റെ മറ്റു കാര്യങ്ങൾ ചെറിയ ചില സാങ്കേതിക കുഴപ്പങ്ങളിൽപ്പെട്ടാണ് അത് നിൽക്കുന്നത്. അവയെ പരിഹരിച്ച് മുന്നിലേക്ക് കൊണ്ടുപോവുക. അപ്പം ജില്ലാ ഭരണകൂടവും നഗരസഭയുടെ ഭരണവും നഗരസഭാ അധ്യക്ഷനുമായും എല്ലാവരുമായി ചേർന്നുകൊണ്ട് പാലക്കാട് ജനങ്ങൾക്ക് ഏറ്റവും ഗുണമുണ്ടാകുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ആരോഗ്യത്തിനും എല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീനേഷ്, പ്രസിഡന്റ് നോബിൾ ജോസ്, ട്രഷറർ മുഹമ്മദ് അലി എന്നിവർ രമേശ് പിഷാരടിയെ സ്വീകരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.